അപ്പൊ വേണ്ടേ നമ്മൾ ശരിക്കും കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അത് ഡോക്ടർ സുകന്യ വന്നെന്ന് പറഞ്ഞത് ഇന്നലെ എന്തായിരുന്നു കരച്ചിലായിരുന്നു അമ്മേനെ. അപ്പൊ വീഡിയോട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും തിരക്കേറിയ ലൈഫിലൂടെയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലാവസ്ഥയും നമുക്കറിയാം. അപ്പൊ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് നമ്മുടെ സ്കിന്നിലെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലെ ഡൾനെസ്. അത് നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മളെല്ലാവരും പല പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കും. ഞാൻ ഉൾപ്പെടെ പല പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് നോക്കിയാണ്. അത് ഒന്നെങ്കിൽ ഭയങ്കര ഗ്രീസി ആയിരിക്കും, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ ഫേസിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പം അത് ഇത്ര നേരത്തേക്കൊന്നും നമുക്ക് മോയ്സ്ചറൈസേഷനോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടുവന്നാണ് മാമാഅർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയ്സ്ചറൈസറും ഫേസ് വാഷും. അപ്പൊ എന്തുവായാലും അതുകൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേക്കാന്ന് വെച്ചു. അപ്പം അടിപൊളി പ്രൊഡക്റ്റ് ആണ്, ഞാനിപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ എൻ്റെ ഫേസ് കണ്ടീഷൻ ഇതാണ് കേട്ടോ. നമ്മളൊന്ന് ബൗൺസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോയിലി ആയിട്ടാണ് തിരികെ പോകുന്നത്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് ഇട്ട് ഫേസ് നല്ലപോലെ മസാജ് ചെയ്തിട്ട് കഴുകി കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫേസ് നല്ലപോലെ ഒപ്പിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അബ്സോർബ് ആകുന്ന വരെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ബീട്രൂട്ടും ഹൈലറോണിക് ആസിഡും ആണ് കേട്ടോ. ബീട്രൂട്ട് നമ്മുടെ ഫേസിന് ഒരു പിങ്ക് കളർ തിളക്കം നൽകാനും ഒപ്പം ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു. ഹൈലറോണിക് ആസിഡ് 48 മണിക്കൂർ വരെ നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് മെയ്ഡ് സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റും ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആപ്ലിക്കേഷനിലൂടെയും വെബ്സൈറ്റിലൂടെയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് WIL 2024 നമ്മുടെ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക എന്നിവയിലും അവൈലബിൾ ആണ്. മാമാഅർത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ്. അതായത് നമ്മൾ ഓരോ തവണ മാമാഅർത്തിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ പേരിൽ ഒരു മരം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് 2025 കൂടി 1 മില്യൺ ആക്കാനാണ് അവർ ലക്ഷ്യം. മാമാഅർത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓഫ്ലൈൻ പ്രസൻസ്. അതായത് നമ്മൾ മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക എന്നിവയിലൂടെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലും മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത തവണ നിങ്ങൾ മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കമന്റ് ചെയ്യാൻ മറക്കില്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ രാവിലെ മെഡിക്കൽ കോളേജിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും അവിടെ നമ്മൾ കാണണം, ഞാൻ കുഞ്ഞു ദിവസം കാണണം. കാരണം ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അമ്മയുടെ അടുത്താണെങ്കിലും അച്ഛനും ചേച്ചിയും ഉണ്ട്. പക്ഷെ അമ്മേനെ ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ല. കാരണം അമ്മ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം അതെ ഒട്ടും പറ്റുമല്ല. അപ്പൊ അമ്മ കയ്യിൽ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം ഇപ്പൊ അമ്മ സ്വയമേ ഇങ്ങനെ നമ്മളിപ്പം കുഞ്ചു പാമ്പർ ചെയ്യുമ്പോഴാണേലും അല്ലെങ്കിൽ കാര്യങ്ങൾ ഫുഡ് കൊടുക്കാൻ നേരമൊക്കെ ആണെങ്കിലും അമ്മ നമ്മളെ അല്ല ഡോക്ടർ പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളധികം വെയിറ്റ് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ ഇങ്ങനെ ബലം പിടിച്ചിട്ട് 2 പ്രാവശ്യം കയ്യിൽ ബൾജായി, സൂചി കുത്തി വെച്ചിട്ടുണ്ടല്ലോ കയ്യില്, പിന്നെ ഊരി ഇടുകയൊക്കെയാണ് ചെയ്തത്. അപ്പം അമ്മ അങ്ങനെ നോക്കുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് അറിയാലോ, പെട്ടെന്നൊരു കിടപ്പിലോട്ടായി പോകുമ്പോഴത്തേക്കും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും വിഷമങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി കേട്ടോ. അപ്പം അതെ അപ്പം ഇപ്പൊ അമ്മയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഫുഡ് കൊടുക്കുമ്പോൾ ഞാനും അച്ഛൂടെ പിടിച്ച് എണീപ്പിച്ചിരുത്തി 3 പേര് പിടിക്കണം എന്തായാലും. കാരണം നോർമൽ ഒരാൾ കിടക്കുന്ന പോലെ അല്ലല്ലോ. കാലൂടെ വയ്യാതിരിക്കുമ്പോ അത്രയും വെയിറ്റ് കൂടെ വരുമല്ലേ. അപ്പം നല്ല ആ ഒരു സമയത്ത് നമുക്ക് നല്ലപോലെ ആരോഗ്യമുള്ളവർക്ക് അത് പറ്റുള്ളൂ. അപ്പൊ 3 പേര് അവിടെ വേണം. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് പോവുക തന്നെ വേണം അവിടെ. ഇന്ന് മാത്രം രാവിലെ അച്ഛനെയും അച്ഛനെയും എല്ലാം പറഞ്ഞെല്ലാം ഏൽപ്പിച്ചു. അതുവരെ അകത്തത്തെ പുറത്തത്തെ എല്ലാ കാര്യങ്ങളും അപ്പോഴും ഞാനും കൂടെ കൊണ്ടുവന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് മെഡിക്കൽ കോളേജിൽ, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചെയ്ത് വന്നാലേ അടുത്തുള്ളൂ. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അച്ഛക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ കാര്യത്തിന് ഇവിടെ വന്നാൽ വേറൊരു കാര്യത്തിന് വേണ്ടി 1 കിലോമീറ്ററിലും അപ്പുറത്തോട്ട് നടക്കണം. വീണ്ടും അവിടുന്ന് വേറെ കാര്യം പറയും, തിരിച്ച് ഇവിടെ വരണം, ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് പോകണം. അങ്ങനെ എന്തോ ആയാലും ഒരു 10 കിലോമീറ്ററിലും അതിനകത്തൂടെ ഒരു ഉച്ച വരെ നടക്കണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ അതെ അപ്പൊ നമ്മളിപ്പം മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ചിറ്റാമയുണ്ട്, ചിറ്റാമയെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, കുഞ്ഞിനെയും കൊണ്ടുപോകുന്നില്ല. മിനിഞ്ഞാന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജ് അല്ലേ, അപ്പം കുഞ്ഞിനെ ആയിട്ട് കുഞ്ഞ് 12 മാസം ആവുന്നേ ഉള്ളൂ. അപ്പം എന്നും നമുക്ക് കൊണ്ടുപോകുന്ന പ്രാക്ടിക്കൽ അല്ല. അതുപോലെ തന്നെ ചിറ്റാമയും കൊണ്ടുപോകുന്ന പ്രാക്ടിക്കൽ അല്ല. പിന്നെ ചിറ്റാമയ്ക്ക് എത്രയും ദൂരം പെട്ടെന്ന് അങ്ങ് ട്രാവൽ ചെയ്യാനും പറ്റുമല്ലോ കേട്ടോ.
ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് വേണം തിരിച്ചു വരുമ്പോഴത്തേക്കൊക്കെ ഛർദ്ദിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. കാരണം ചിറ്റാമ്മക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട് നല്ലപോലെ. അപ്പൊ ചിറ്റാമ്മേനെ ഇന്നലെ നമ്മളാണെങ്കിൽ അച്ഛയുടെ പെങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടായുടെ ഭാര്യ ഉണ്ടായിരുന്നു, നമ്മുടെ ചേച്ചിയില്ല കടത്തി ചേച്ചി ഉണ്ടായിരുന്നു. കടത്തി ചേച്ചി ഉച്ചവരെ വന്ന് നിന്നാണ്. ചേച്ചി ഗർഭിണിയാണ്, 6 മാസം അല്ലേ, അപ്പൊ ഗർഭിണിയാണ്. ഇപ്പം ചേച്ചി ഇന്നലെ വന്ന് നിന്നു. അപ്പൊ അതുകൊണ്ടാണ് ചിറ്റാമ്മയെ കൊണ്ടുപോകാത്തത്. അപ്പൊ കുഞ്ചൂസ് ഇല്ലാതെ അവിടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കാരണം നമ്മൾ 3 പേര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. കാരണം അമ്മ കുറച്ചുകൂടെ ഷൈ ആണ്. പെട്ടെന്ന് അങ്ങ് കുഞ്ചൂസിന്റെ അടുത്ത് വരെ അമ്മ ഷൈ ആണ് ശരിക്കും പറഞ്ഞാല്. അമ്മ ബാത്റൂമിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നമ്മളെല്ലാരും വെളി ഇറങ്ങി കാരണം അങ്ങനെ നമ്മള് കാലാവസ്ഥ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. പതുക്കെ അത് മാറുള്ളൂ. പിന്നെ നല്ലോണം വഴക്ക് പറഞ്ഞാണ് അമ്മ ഒന്ന് റെഡി ആയി വരുന്നേ ഉള്ളൂ. അതെ അതെ. അപ്പം അമ്മ നല്ല പെയിൻ ഉണ്ട്. നല്ല പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ല് ട്വിസ്റ്റ് ആയിട്ടുണ്ടല്ലോ, ഒടിഞ്ഞു കഴിഞ്ഞ് വീണ്ടും ട്വിസ്റ്റ് ആയി അങ്ങോട്ട്. അതിൻ്റെതായിട്ടുള്ള കഠിനമായിട്ടുള്ള വേദനയുണ്ട്. സർജറി അമ്മ ഇന്നലെ പറഞ്ഞ് സർജറി പെട്ടെന്ന് നടത്തുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. പെട്ടെന്ന് നടത്തുമോ എന്നൊരു നമ്മൾ പെട്ടെന്ന് നടക്കും എന്ന് ആശ്വസിപ്പിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്നു. അപ്പം പെട്ടെന്ന് നടക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മളിപ്പം ചിറ്റാമ്മേനെയും ലച്ചൂട്ടി ഉറക്കമായി കേട്ടോ. ചിറ്റാമ്മയും ലച്ചൂട്ടിയും കാർത്തി ചേച്ചിയുടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ പോവാണ്. നമ്മൾ പോകുമ്പോൾ ഓക്കെ നമ്മൾ പോകുന്നില്ല, ഒരിടത്ത് ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നമുക്ക് വിഷമമാണ് സത്യം പറഞ്ഞാല്. ഇത്രയും ദിവസം ഞങ്ങൾ രണ്ടുപേരും നടന്നതുപോലെ ഞങ്ങളുടെ കൂടെ കിലോമീറ്ററോളം നടക്കാൻ വേണ്ടി ഒരാളൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പുള്ളിയാണ് കേട്ടോ. തിരിച്ച് ഈ ആദ്യത്തെ 2 ദിവസം ഇവിടെ കിടന്ന് കുരാരി ഇല്ലാതെ ഉറങ്ങത്തില്ല. കുരാരിയുടെ കൈ തന്നെ വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് 2 ദിവസം. എന്തായാലും ഇന്നലെ നല്ല ടയേർഡായിട്ട് വന്ന് കിടന്നുറങ്ങി. ഇപ്പൊ വെളുപ്പിന്റെ അല്ല എണീറ്റത് അല്ലേ, നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ട് ഇന്നലെ. അപ്പം അവക്കും അറിയാം അവളുടെ കുരാരിക്ക് വരുന്ന കാണുന്നവരോട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുപാട് ആളുകളെ കാണും, ഒരുപാട് ആളുകളുണ്ട് മെഡിക്കൽ കോളേജ് കേട്ടോ. അതായത് അവരെല്ലാം കാണുമ്പോഴത്തേക്കും കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആവശ്യം. ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു, കുരാരി വീണു, എന്റെ കുരാരിയുടെ കാലൊടിഞ്ഞു, കുത്തിവെപ്പ് എടുക്കാൻ കൊണ്ടുവന്നതാ ആശുപത്രിയില. എല്ലാ കാര്യവും അറിയാം കേട്ടോ, കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യം അറിയാം. അപ്പൊ നമ്മൾ ശരിക്കും കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അത് കേട്ട് ഇല്ലില്ല, നമ്മള് കടയിൽ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് പോവാം. കൊടുത്തിട്ട് നമുക്ക് അങ്ങ് പോവാം. ഓക്കെ, ഇല്ല വേണ്ട പോകുന്നില്ല. ശരി. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയിലൊക്കെ വീണ്ടും ഓർക്കണം. എല്ലാവരും പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടെന്ന് അറിയാം. വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് അപ്ഡേഷൻസും കാര്യങ്ങളും നമ്മൾ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. യെസ്, നമുക്ക് ആ വീഡിയോ ഇടാതിരിക്കാനും പറ്റുമല്ല. കാരണം നമ്മുടെ ആ ഒരു സ്ഥിതി അതാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മൾ വീഡിയോ ഇടുക തന്നെ ചെയ്യും. അപ്പം കടന്നു പോകണമെങ്കിൽ നാളെ വരുന്ന കേട്ടോ നമുക്ക്. അതെ അതിനുവേണ്ടിയിട്ട് നമുക്കുള്ള വരുമാന മാർഗം ഒരിക്കലും പ്രാർത്ഥന എപ്പോഴും എല്ലാവരും കൂടെ കാണാം. ഇനി മുന്നോട്ട് എപ്പോഴും എല്ലാവരും പ്രാർത്ഥനയുടെ നമുക്ക് കുറച്ച് ഇടയ്ക്ക് ആശ്വാസമുണ്ട്. അതാ മരുന്നിടുമ്പോ ഒരു ആശ്വാസം കിട്ടും. പിന്നെ രാത്രി ഉറങ്ങുന്നില്ല പൂവനെന്ന് പറയുന്നത് കേട്ടോ. ഉറങ്ങാനായിട്ട് ഇന്നലെ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നോക്കിയാൽ അതെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. അംഗൻവാടിയിലോട്ട് കൊണ്ടുവിടുവാണ് ആദ്യം. ഇന്നലെ തൊട്ടെല്ലാം ഒരുങ്ങി റെഡി ആയിട്ട് ഉടുപ്പ് വരെ തേച്ചവളാണ്. എല്ലാം ഇതുവരെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറയുക എന്നെ കൊണ്ടുവിടണ്ടെന്ന്. പക്ഷെ എന്താണെന്ന് അറിയില്ല. നമുക്ക് വിഷമാണ് അവളെ ആക്കിയിട്ട് പോകുമ്പോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം രസമാണ് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല സത്യം പറഞ്ഞാല്. പക്ഷെ നമുക്ക് എന്നും കുഞ്ഞിനായിട്ട് പോകുന്നതും പ്രാക്ടിക്കൽ അല്ല അവിടെ. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പോകണം. ഇപ്പൊ നമ്മൾ ഈ കാറുമായിട്ട് നമുക്ക് എന്നും പോകുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ അതും ശരിയുമല്ല. കാരണം എന്നും കാറുമായിട്ട് പോകുക എന്നുള്ളത് നമ്മൾ സ്കൂട്ടിക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്. പക്ഷേ നമുക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് സ്കൂട്ടിക്ക് പോക്ക് പാടില്ല. പുറകിൽ കടയിലോട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം അതെ. അപ്പൊ പിന്നെ അമ്മയ്ക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും അച്ഛക്കുള്ളതും ചേച്ചിക്കുള്ളതും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും സ്കൂട്ടിക്ക് പോക്ക് പറ്റത്തില്ല. പിന്നെ മഴയുമാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നാളെയൊക്കെ തൊട്ട് സ്കൂട്ടിക്കാണ് ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പൊ നേരെ അങ്ങോട്ട് പോവാട്ടോ. യെസ്, ഇന്നലെ ഞാൻ ചെന്നപ്പോ എന്നെ നോക്കി വിങ്ങിപ്പോ. അത് കഴിഞ്ഞ് പിന്നെ ഒരുത്തിയെ നേഴ്സറിയിലാക്കി, ഒരുത്തിയെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങള് പോവാ കേട്ടോ. ടാറ്റ പോയിട്ട് വേണ്ട. ടാറ്റാ.
പോയിട്ട് പോയിട്ട് അച്ഛാ കിളിങ്ങുന്നുണ്ട്. അല്ല ലച്ചോട്ടിക്ക് എടുത്തോണ്ട് വരുന്ന ഒരുത്തും തുണിയും മണി ഇട്ടിട്ടില്ല, അതുകൊണ്ട് തല മാത്രം കാണി. അപ്പുറത്തെ ആ പുള്ളിക്കാരൻ ഈ വളക്കച്ചവടത്തിനൊക്കെ പോകുന്നത്, പുള്ളിക്കാരൻ കൊണ്ടുവന്ന് വെച്ചൊക്കെ പിന്നെ വഴക്കാരൻ ഇടയ്ക്കല്ല ആരെങ്കിലും തന്നെ കൊടുത്താ മാത്രം. ഡോക്ടർ സുകന്യ വന്നെന്ന് പറഞ്ഞാൽ മതി. ഹലോ ലൈറ്റ് അപ്പൂസ് ഇരുട്ടിനകത്ത് കിടക്കുന്നു. മാറിയല്ലോ ഇതെല്ലാം. എന്നെ വിഷമിച്ച് കിടക്കുന്നു. ചോറ് തന്നില്ല ഇവര്. വേനുകൊണ്ട് വിഷമിച്ച്. ആമിയുടെ കാര്യം ഓർത്തിട്ടാണോ? സൂപ്പറായിട്ടിരിക്കുന്നു, ഇടുക്കിയായിട്ടിരിക്കുന്നു. അത് പറഞ്ഞേ കുഴപ്പമില്ല. ലച്ചുവും കുഴപ്പമൊന്നുമില്ലായിരിക്കണം. അയാൾ നന്നിരിക്കുന്നു. കഴിച്ചോ ചേച്ചി? അയന നിങ്ങളാരും ഒന്നും കഴിക്കുന്നില്ലേ? ആ മിടുക്കര മിടുക്കര. ഒരു ഫാനും നടക്കത്തില്ല. എല്ലാ വാർഡിലെല്ലാം ഇതുപോലത്തെ ഫാനാ. അതതിൻ്റെ കൂടെ ഉള്ളതല്ലേ? ആണോ? ഞാൻ അവിടുത്തെ എപ്പോഴും അച്ഛൻ അതിൻ്റെ കൂടെ വരുന്നു. അതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വെച്ച് നോക്കാം. എന്താണ് എടുക്കട്ടെ? ഓണം എടുക്കട്ടെ? അതെ കൊടുത്തോളൂ. ഓണിനെ ഒന്നും ഇങ്ങനെ ഇരിക്കുമ്പോ മുഴുവൻ പെയ്ത് നമ്മളെ വളർത്തുന്നു. അച്ഛൻ കഴിപ്പിക്കുമ്പോഴല്ല ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ചാരി ഇരിക്കുക. ഇടയ്ക്കും പൊട്ടിയിട്ട് അതെ പൊട്ടാതിരിക്കാൻ വേണ്ടി ബ്ലഡ് ഓട്ടോ ഇല്ലാതെ പുറം പൊട്ടുവെന്ന് പേടിയാ. അതെ വീഡിയോയിൽ ഒന്നും ഇപ്പോൾ കാണുന്നൊന്നുമില്ല. പിള്ളേർ പറഞ്ഞ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സഹായിച്ചവരോട് ഒരുപാട് നന്ദി പറയുന്നു. നമുക്ക് പെട്ടെന്ന് ഭയങ്കര വേദനയാണ്. അപ്പോൾ വേദനയ്ക്ക് പറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കാനും ഞാൻ എഴുന്നേറ്റ് നടക്കാനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേൾക്കാത്തോണ്ട് ചെവി വെച്ചോണ്ട് അപ്പം പോയി നിൽക്കുന്ന നോക്കി. ചിലപ്പം വെൽഡിങ് വർക്ക് അപ്പുറത്ത് നടക്കുന്നുണ്ട്, അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. മറ്റേ ഇതാണ് സ്റ്റാൻഡ്, ഒരു കുഞ്ഞു സ്റ്റാൻഡും കൂടെ ഉണ്ട്. ആ ചാരി ഇരിക്കുന്ന ഇതിൽ കൂടുതൽ സൗണ്ട് ഇല്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ. അതെ, ഇതിന്റെ തനി കോപ്പിയാണ് കേട്ടോ. ഞാൻ മീൻസ് ഞങ്ങളായിട്ട് നിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞ കേട്ടോ. പക്ഷെ ഞാൻ തന്നെയാണെന്നല്ല അമ്മ അങ്ങനെയല്ല പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി, കുമാരിക്കും ഒത്തിരി നന്ദി. അവർക്കും ഇല്ല.
രാത്രി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാത്രം വേദന ആ ഇതാ അങ്ങനെ അച്ഛൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞു വീണ്ടും അച്ഛയോട് പോയി പിന്നെയും മരുന്ന് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടെന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞു. ഒത്തിരി പേര് മെസ്സേജ് ആയിക്കൊണ്ട് വിളിക്കണം, കോൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം കുഞ്ഞുങ്ങൾ എല്ലാവരോടും ഒരുപാട് നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും. നമ്മളറിയാത്ത ഓരോരുത്തരും ഇതെല്ലാം നാട്ടിയിരുന്ന പ്രാർത്ഥിക്കുന്നത്. അവരോട് ഒരുപാട് ആശാവർക്കറിന് ഡയറി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ലെഡില് പോലെ ആശാവർക്കറാണ് ബുക്കിംഗ് ഞാൻ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ല, ആ സ്നേഹം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പ്രവർത്തകരെ അറിയാവുന്നവർക്കറിയാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അച്ഛയുടെ പെങ്ങന്മാര്, അതായത് അമ്മയുടെ നാത്തുമാരാണ് അവർക്ക്. അപ്പൊ ഇന്നലെ അപ്പി പറഞ്ഞു, ഞങ്ങളുടെ കുമാരി ഞങ്ങൾ അത്രയും ജീവനാണ്, ഞങ്ങൾക്ക് അത്രയും സ്നേഹമാണ് ഞങ്ങളുടെ കുമാരിയുടെ അടുത്ത്, അവർക്ക് ഒന്നും വരാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല കേട്ടോ, അച്ഛയുടെ പെങ്ങന്മാര്. അപ്പം അത് കേട്ടപ്പോ സത്യം ഞാൻ അത് പറയുന്ന എടുത്ത് ഞാൻ അതുകൊണ്ടല്ലേ അത് ഇളയപ്പ നടുക്കത്തപ്പയാണ് അപ്പോഴും ഒരെണ്ണം അണിയിരിക്കുന്നത്. അതിന് ഒരെണ്ണത്തിന് ജീവ കൊടുത്ത് വിട്ടത്. കാരണം അപ്പിക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചേച്ചി നമ്മള് വിളിച്ച് പറഞ്ഞാണ് ചേച്ചി മൂത്തയപ്പി എല്ലാവരും സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മള് ഈ ഒരു ചെറിയ എമൗണ്ട് വെച്ച് നമുക്ക് കാര്യങ്ങളൊന്നും നടക്കുമല്ല. പക്ഷെ ഇപ്പം അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിക്കാൻ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ സഹായിച്ച് നമുക്ക് പറ്റും. സന്തോഷമുണ്ട് കേട്ടോ. അതിലൊരു ആശ്വാസമുണ്ട് നമുക്ക് എല്ലാവർക്കും. കാരണം നമ്മളെല്ലാരും എന്ത് ചെയ്യണോ അറിയാത്ത ഒരു സിറ്റുവേഷനിൽ എത്തിയാലും ഇവിടെ എല്ലാവരും മെഡിക്കൽ കോളേജിലായിട്ടും പൈസ എല്ലാം പുറത്തുനിന്നാണ് എല്ലാത്തിനും എല്ലാ ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും എല്ലാം. എനിക്കിവിടെ മറ്റേ RCBയുടെ ഇൻട്രസ്റ്റ് കാർഡൊന്നും എനിക്കില്ല. കാരണം ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചപ്പോൾ അന്ന് അതിന് ഞങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേര് ഞങ്ങൾ മാറി. അനിയനും മക്കളും അവരുമായി അതിനകത്തേക്ക്. പ്രധാനമന്ത്രിയുടെ ഒരു കാർഡ് വന്നിട്ട് അതിനകത്തൊന്നും ഞങ്ങൾ അതിലായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇവിടെ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ കിടന്ന നേരത്തെ ഇതുപോലെ സർജറി ചെയ്തവരൊക്കെ പറഞ്ഞു ഇത്ര എമൗണ്ട് ആയ കാര്യമൊക്കെ പറഞ്ഞു. വെളിയിലോട്ടല്ല ഇനിയിപ്പം രാവിലെ വരെ ചെയ്തത് ഇപ്പം തൈറോയിഡിന്റെ വരെ ടെസ്റ്റിന്റെ ആഴ്ച ഇന്ന് രാവിലെ ആയല്ലേ അച്ഛനെ കൊണ്ട് 340 അങ്ങനെ ഓരോ ദിവസവും മരുന്ന്. ഇപ്പൊ ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നത് ഇതെല്ലാം മരുന്നുകൾ വരുന്നത് കാണാം. എനിക്കറിയാം, ഞാൻ എൻ്റെ ചേച്ചിയെ കൊണ്ട് ഇവിടെ ഒരു വർഷത്തോളം ഞങ്ങൾക്ക് ലക്ഷങ്ങൾ ഇവിടെ ആയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കാര്യമില്ല, എല്ലാം നമ്മൾ പൈസ കൊടുത്തതാണ്. അതിന് ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് കുറച്ചൊരു ആശ്വാസം അത് മറ്റേ RSB അതെ കാസ്റ്റ് മറ്റേ അതിലുണ്ട്. നമ്മൾ കണ്ടില്ല ഒരു ചേച്ചിനെ കണ്ടു, നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് മാറി ആയിരുന്നപ്പോ ഞങ്ങൾ 7 പേരായിരുന്നു. അപ്പൊ അതിനകത്ത് അത്രയും പേർക്ക് കിട്ടത്തില്ല. അനിയനും അവരുടെ 2 മക്കളും അവരാ അതിലേക്ക് നമ്മക്ക് എനിക്കുണ്ടായ സമയത്ത് എന്റെ ആമിയുടെ ഡെലിവറിക്ക് കിട്ടിയത് അതായത് ഞങ്ങള് വീട്ടിൽ നിന്നും വരുന്നതിന് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ മുന്നേ അമ്മ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തു വെച്ചാൽ അമ്മയുടെ ഹോസ്പിറ്റലിൽ വിളിച്ചെല്ലാം ചോദിച്ച് ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം ഇത് ചെയ്തു. ഇതിലോട്ട് അതിനകത്തൊന്നും ഇല്ല. പിന്നെ ഞാനോ ആണോ? അതായിരിക്കും എനിക്ക് അന്ന് കിട്ടിയേ, അമ്മയുടെ സമയത്ത് കിട്ടിയേ. അന്ന് അല്ല എന്റെ കൂട്ടത്തിൽ അന്ന് ആവശ്യം വന്നിട്ട് എന്നെ ചേർത്തില്ലേ. ആദ്യം പറഞ്ഞ സത്യം പറഞ്ഞ വാവയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വാവേനെ എടുത്ത് മാറ്റിയിട്ട് എന്നെ കയറ്റി. എനിക്ക് സർജറി വന്ന സമയത്ത് മറ്റേ ഓവർസിസ്റ്റിന്റെ സമയത്ത് വേറെ അപ്പൊ ഇപ്പഴും ഞാൻ കിടക്കും. പാപ്പയുടെ പിള്ളേരായപ്പോ അവര് ഇളയതല്ലേ, അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ? അതെ, അവർക്കല്ലേ മുന്നോട്ട് ഇനിയും കിടക്കുന്നത്. ആമിയെ അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ ചേച്ചി. ആമിയെ അംഗനവാടിയൊക്കെ വിട്ട് അപ്പയുടെ അടുത്തോട്ട് പോയി. അവിടെ നിന്ന് ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, അവിടെ ചേച്ചി ഹെൽപ്പർ. അപ്പൊ ചേച്ചിയുടെ അടുത്തോട്ട് എന്റെ അപ്പൂച്ച ജിമ്മിൽ പോകും, അപ്പൂച്ച മസിലുണ്ട്, അപ്പൂച്ച അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും. അപ്പൂച്ച ഇപ്പൊ ബിരിയാണി മേടിച്ചോണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നോ അതുകൊണ്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. ഭയങ്കര രസമാണ് പറഞ്ഞു. പക്ഷെ കരച്ചിലൊന്നുമില്ല, ഭയങ്കര ആശ്വാസം തോന്നുന്നു നമുക്ക്. കാരണം അവിടെ കാര്യമൊന്നും നമുക്ക് ടെൻഷനായിരുന്നു ഭയങ്കരമായിട്ട്. അതൊന്നും ഇല്ല എന്തായാലും. അപ്പൊ ഇനിയിപ്പോ മുന്നോട്ട് അംഗൻവാടി തന്നെ അവിടെ വിടാൻ വേണ്ടിയാണ് നമുക്ക് താല്പര്യം.
താല്പര്യം. ഇനിയിപ്പോ അങ്ങോട്ട് വിടും. ഇനിയിപ്പോ അവധി നമുക്ക് ഇങ്ങോട്ട് ഓടി വരും. അതെ പറ്റത്തുള്ളൂ, ഓടി പറ്റത്തുള്ളൂ. അല്ലെ ഇവിടെ ഭയങ്കര മിസ്സിംഗ് ആണ്. ഇത്രയും ദിവസം കൂടെ നടന്നിട്ടേ ഇവിടെ ഇങ്ങനെ ചായത്തുള്ളി ഇന്നലെ എന്തായിരുന്നു ഇന്നലെ ഒരാള് ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛൻ. ഞങ്ങള് കാറിലോട്ട് കേറി പോകാൻ തുടങ്ങിയപ്പോ ഒരാള് ഭയങ്കര കരച്ചില്. എല്ലാരും ആൾക്കാരെല്ലാം നടുക്ക് നിൽക്കുക. കീറ വെച്ചെന്ന് കേറാതെ ഭയങ്കരമായിട്ട് ചങ്കു കൂട്ടി ഇങ്ങനെ കാര്യമായിരുന്നു. എന്നാന്നറിയോ, ഇവിടെ ആ തുള്ളിപ്പോക്ക് അപ്പൊ കണ്ടില്ലല്ലോ, ബാഗ് ഇട്ടുകൊണ്ടുള്ള ആ പോക്കൊന്നും കാണാൻ എല്ലാരും നോക്കുമായിരുന്നു. നല്ല ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ എന്റെ സൈഡ് ബാഗ് ഇങ്ങനെ സൈഡിൽ കുറുക്കുള്ള പോക്ക് കാണുമായിരുന്നു. സെക്യൂരിറ്റിമാരെല്ലാം പിടിച്ച് നോക്കുമായിരുന്നു. നമ്മുടെ വീഡിയോക്കാളിൽ കമന്റുകളൊക്കെ കിട്ടും. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്നും എല്ലാ അച്ഛയും അമ്മയും തന്നെയാണ്. ഞങ്ങൾ തന്നെയൊന്നുമല്ല, ഈ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ 4 പ്രാവശ്യം കഷ്ടപ്പെടുന്നില്ല. പിന്നെ മാതാപിതാക്കൾ ഞങ്ങൾ വലിയ വിളിക്കും. ഞങ്ങളുടെ കടമയാണ് കുഞ്ഞുമക്കളെ കുഞ്ഞുപോലെ വളർത്തിയെടുക്കുന്നത് ഞങ്ങളുടെ കടമയാണ്. അതിന് എന്തൊക്കെയാണ് പറയുന്നത്, അവർ നോക്കാതെ നിങ്ങൾ അവരും ഞങ്ങളെല്ലാം കൂടെ ഓടുന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കാര്യം നടക്കുന്നത്. അവർ സോനിയ വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അപ്പമോന് ജോലിയും ചുമ്മാ ഇരിക്കുകയൊന്നുമല്ല. അതുങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ അവരും ഞങ്ങളെല്ലാം കൂടെ വളർത്തുന്നു. അല്ലാതെ നീ നോക്കും ഞാൻ നോക്കും എന്നും പറഞ്ഞ് അവിടെ മാറ്റി നമ്മൾ മത്സരിച്ച് കുഞ്ഞുങ്ങളെ മാറ്റി നോക്കുന്നതല്ല. ഞങ്ങൾ അതുപോലെ മക്കളെ ഞങ്ങളുടെ കൊച്ചുമക്കളല്ലേ ഞങ്ങൾ കുഞ്ഞുപോലെ നോക്കുന്നു. അല്ലാതെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വേലക്കാരായിട്ട് ഞങ്ങളോട്ട് ഇട്ട് തന്നിട്ട് അവർ ചോദിച്ച് നടക്കൊന്നുമല്ല. എന്റെ കുഞ്ഞിരിക്കാനായിട്ട് സമയമില്ല. അതറിയാത്തോണ്ട് അങ്ങനെ പറയുന്നത്. നമ്മള് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പുറത്തത്തെ കാര്യം ഓടിയാല് വീട്ടിൽ ഇരുന്ന് കഴിക്കാൻ. അപ്പൊ മോന് കുഞ്ഞായിക്ക് ഉറക്കമില്ല. അതുങ്ങൾ ഈ എന്തെല്ലാം കാര്യങ്ങളും ഓടണം. എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും ഞങ്ങളുടെ കാര്യത്തിനും അവരുടെ കാര്യത്തിനും കടയിലൊക്കെ എല്ലാത്തിനും അവർ തന്നെ ഓടുന്നത്. എല്ലാത്തിനും അല്ലാതെ ഒരു ചുമ്മാ ഇരുന്ന് ഉറങ്ങുമോ അല്ലെങ്കിൽ ചുമ്മാ ഊർ നടക്കുകയോ ഒന്നുമല്ല. ഞങ്ങളെല്ലാവരുടെ കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഈ സമയത്ത് നമ്മൾ ഇത്തിരി ടൈറ്റ് ആയി പോയി. അത് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലായി, നമ്മളെ അവർ സഹായിച്ചു. അതിന് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടിയോ എന്നുള്ള ഒരു വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് മൈൻഡ് ആക്കുന്നില്ല. കാരണം നമ്മുടെ ഫാമിലിയെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ അപ്പോഴത്തെ സാഹചര്യം നമ്മൾ അറിയിച്ചു, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ തന്നെ അറിയിക്കുന്നു. അത് മനസ്സിലാക്കി എല്ലാവർക്കും ഒത്തിരി. ബാക്കി ആരെ ഇതിനകത്ത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ പറയേണ്ട അവസരം വരുമ്പോൾ നമ്മൾ പറയുന്ന ചെയ്യും. കാരണം ഇതിനിടയ്ക്ക് നമ്മുടെ സന്തോഷ കാര്യങ്ങളും നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്ഥലത്ത് ഇപ്പൊ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് പോയി നോക്കണ്ടായിരുന്നു. നമുക്ക് പോകാൻ പറ്റും. വൈകിട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോയി നോക്കണം. എന്റെ ആയിട്ടില്ല. കാരണം പറഞ്ഞില്ല, കുറച്ച് പൈസ നമ്മൾ കൊടുക്കാറുണ്ട്. ചെറിയൊരു സമയം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിനോട്ട് പൈസ ഇറങ്ങിയോണ്ടാണ് നമുക്ക് ഈ സമയത്ത് ഒന്നും ഇല്ലാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. നമ്മൾ ആരും അറിയുന്നില്ലല്ലോ പെട്ടെന്ന് നമുക്ക് വയ്യാതെ ആവുമെന്നോ അല്ലെങ്കിൽ വീഴുമെന്നോ. ഇപ്പൊ ഇൻ കേസ് ഞാനാണ് വീണെങ്കിൽ പോലും സഹായം നിങ്ങളുടെ ആ ഒരു ടൈമിൽ ചോദിക്കേ പറ്റുള്ളൂ. അന്ന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നാളെ അപ്പു വീഴുന്ന പോലെ അമ്മ വീഴുന്ന പോലെ ആയിരിക്കില്ല. അപ്പു വീഴുമ്പോൾ വന്മരം വീഴുന്നതിന് തുല്യമായിരിക്കും. കാരണം എല്ലാത്തിനും വേണം. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അപ്പം അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മേനെ വേണം. അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ വേണം. ഇപ്പം ഇരുവട്ടം നിർത്തിയാലും ഇന്നാണ് ഞാൻ ചേച്ചിനെ വിട്ടത്. കൺസെഷൻ ഡോക്ടറെ കാണാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരുന്നത് ഫുൾ ഓടുന്നുണ്ട് ഡോക്ടറിനെ കാണാനായിട്ട്. സിസ്റ്ററിൻ്റെ റൂമിൽ വന്ന് ബാക്കി വാങ്ങിക്കാനുള്ളതിന് പുറത്തത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് എല്ലാം അടുക്കി ഇവർക്ക് ആള് നേണം. എന്നിട്ട് എല്ലാം വെച്ച് ഇവരെ മുഴുവൻ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ ഞാൻ ഇറങ്ങി പോകുന്നത്. എന്നിട്ട് മീറ്റിന് അച്ഛയാണെങ്കിലും ഞാനാണ് വിളിച്ചത്. അല്ലെങ്കിൽ നമ്മളാരും പറഞ്ഞിട്ടോ അല്ല എനിക്ക് വരുന്നത്. ഒരു ആപത്തിനടുത്ത് വരാൻ എന്നാ സമയമാണ്. അതിനാരും എൻ്റെ ആങ്ങളെ ഒരു 10-20 വർഷം മുമ്പ് തെങ്ങേന്ന് ഒന്ന് വീണായിരുന്നു. അതൊന്നുമില്ല. അതുപോലെ എത്രയോ പേര് തെങ്ങേന്നൊക്കെ വീണ് നടവും തല്ലി ഒടിഞ്ഞൊക്കെ കിടന്നിട്ടുണ്ട്. അതൊക്കെ പാവങ്ങൾ ചെയ്തിട്ടാണ്. അല്ല, അതൊക്കെ ദൈവം വെച്ചിട്ട് ഓരോ സമയത്ത് നമുക്ക് ഓരോ ചെയ്യുന്നത്. അത് നമ്മളാരും പാവങ്ങൾ ചെയ്തിട്ടൊന്നുമില്ല. ഡോക്ടർമാർ വരെ വീഴുന്നില്ലേ. എന്തെല്ലാം അവതരണങ്ങൾ ഓരോ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം വരുന്നത്. അതൊക്കെ പാവങ്ങൾ ചെയ്തിട്ടാണ്. അതൊന്നുമല്ല, നമുക്ക് ഓരോന്നും ചെയ്തിട്ടുണ്ട്. ആ സമയം നമ്മൾ അത് അനുഭവിക്കണം. അമ്മ ഇപ്പൊ തന്നെ അമ്മേനെ ഹെയറിലും എന്നെ ഹെയറിന്റെ മണ്ടയ്ക്കൊക്കെ അമ്മ ഇവിടെ കിടന്നുകൊണ്ട് പറയേണ്ട പേരിലും അതും ഇതെല്ലാം പറയുന്ന എല്ലാം ശരിയാണ്. അത് മനസ്സിലാക്കുന്നവരുണ്ട്. ബാക്കി ആരെയും അമ്മയെ മെയിൻറ്റ് ചെയ്യേണ്ട. ഞാൻ ഒട്ടും മെയിൻറ്റ് ചെയ്യുന്നില്ല. അമ്മ എന്നെ കുറിച്ച് വിഷമിക്കുകയുണ്ട്. എന്നെ പറയുന്ന അനാവശ്യമില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഇന്നുൾപ്പെടെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു സാർമാർ.
അതെല്ലാം നടക്കുന്നുണ്ട്. എല്ലാം നടന്ന് സന്തോഷമായിട്ടുള്ള വാർത്ത കേൾക്കാനുള്ള ഇത് വരും. അതായത് തെറ്റ് ചെയ്യുന്നവർ എന്നാണെങ്കിലും ശിക്ഷിക്കപ്പെടും. അത് നടക്കും, മുന്നോട്ട് നടക്കും. അതെ, എന്നാ വെച്ചാ കടയിലോട്ട് നേരെ കടയിലോട്ട് ചെല്ലണം. എല്ലാ ദിവസവും 6 മണിക്കും കട അടച്ചിട്ട് ഇറങ്ങുവാണ് ചെയ്യുന്നത്. കാരണം അത് കഴിഞ്ഞ് വരുമ്പം എല്ലാരും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും കടയില്ലെന്ന് വിളിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. 2 3 ദിവസം. പിന്നെ ചിറ്റാമിനെ കൂട്ടാൻ പോണം. ഓക്കെ, ഇറങ്ങും. വേണ്ട, അതിന് മണ്ടയ്ക്ക് രാത്രി ഇടാൻ പച്ച ബൾബ് പോയിട്ടുണ്ട്. ചെറിയ മറ്റേ ഓക്കെ ബൈ, സീ യു. രാവിലെ കഴിച്ച ഉച്ചയ്ക്കില്ല, വൈകിട്ട് കഴിക്കും. കഴിക്കണം, സമയം പെട്ടെന്ന് ഇല്ല തന്നെ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും കുഞ്ചുസിനെ കടയിലോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ ആമീനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആമിച്ചൻ അവിടെ ഇത്ര നേരം കളിയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ചെറിയ വഴക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ആമിച്ചൻ എടുത്തോട്ട് പോകാതെ. ഹലോ. ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ആണോ? വിശക്കുന്നുണ്ട്. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കിയാ മതി. ഇന്നത്തെ അംഗനവാടിയിലെ ആ ഒരു എനിക്കല്ല ആണോ? ചിരിച്ചോണ്ടല്ലേ? ടാറ്റ കൊടുക്ക്. ശരിയേ, ഓക്കെ, നാളെ കാണാം. ആമി എടാ കഥ അച്ചെടുത്ത് സുന്ദരി, അച്ഛൻ സുന്ദരിയേ. എടാ സുന്ദരി, എടാ എന്നാക്കും അതിനടാ കല്ല അച്ഛന് മിഞ്ചിട്ടോടാ. അങ്ങോട്ട് പോയപ്പോ ഇട്ട് ഉടുപ്പല്ലല്ലോ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഇടുന്നത്. അങ്ങോട്ട് പോയപ്പോ ഇട്ട് ഉപ്പല്ലല്ലോ. ഇത് എവിടുന്ന് വിക്കറ്റൊക്കെ? എന്നെ കണ്ടപ്പോ ഒരു ചിരിയൊക്കെ ഉണ്ടേ, അങ്ങോട്ട് വന്നേ. കൊറേ നേരമായിട്ട് കാണാതിരുന്നിട്ടേ. ഓ, ഒരു സ്നേഹമില്ലേ? പിണങ്ങിയിരിക്കുവോ? എന്നോട് പിണങ്ങിയിരിക്കുവാണേ. പറ്റിച്ചിട്ട് പോയില്ലേ? പറ്റിച്ചിട്ട് പോയതിന് പിണങ്ങിയിരിക്കുവാണേ. ഒന്ന് മിണ്ടാവോ? മിണ്ടാവോ? എന്റെ ദൈവമേ, ഞാൻ ചെച്ചുകുട്ടീനെ പറ്റിച്ചിട്ടാ പോയത്. ആമിയെ, ആമി ചെച്ചുകുട്ടീനെ അച്ഛൻ പറ്റിച്ചായിരുന്നു. ചെച്ചുകുട്ടീനെ അച്ഛൻ പറ്റിച്ചായിരുന്നടാ. എനിക്കല്ല, നോക്കണേ ഇങ്ങോട്ട്. അയ്യോ, ഇവിടെ അച്ഛൻ സൈഡ് ഞാൻ നിർത്താൻ പോവാ. എനിക്ക് വിഷമം വരുവാണേ. വിഷമം വരുന്നുണ്ട്. എന്നോട് മിണ്ടാഞ്ഞിട്ട്. എനിക്ക് വിഷമം വരുന്നുണ്ട്. ചിരി സൈഡിൽ കൂടെ വരുന്നുണ്ടല്ലോ. എന്നിട്ട് തിരി ഈ സൈഡിൽ കാണാലോ. ചിരി ഈ സൈഡിൽ കാണാലോ. ചിരി ഈ സൈഡിൽ കാണാലോ. ചിരി ഈ സൈഡിൽ കാണാലോ. ഇങ്ങോട്ട് നോക്കി ചീക്കിടി കള്ളി. പിണങ്ങിയിരിക്കുവാണോ അച്ഛയോട്? അച്ഛയോട് പിണങ്ങിയിരിക്കുവാണോ? അംഗൻവാടി പോവോ? നാളെ അംഗൻവാടി പോവോ? ഇങ്ങോട്ട് നോക്കിയേ. നാളെ അംഗൻവാടി പോവോ? നാളെ അംഗൻവാടി പോവോ? നാളെ അംഗൻവാടി പിണങ്ങിയിരിക്കുവാണോ? കുഞ്ഞിനോട് വെക്കമുണ്ടോ? വെക്കമുണ്ടോടാ? എടാ കള്ള ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങോട്ട് നോക്കടാ നീ. മിച്ചിയിലോടാ ചെയ്യുന്ന. ഒറ്റയ്ക്ക് എന്നാ വെച്ചമ്മായിരുന്നറിയോ? എന്റെ കുന്നാവെ ആ കൂടെ ഇല്ലാഞ്ഞിട്ട്. അയ്യോ, പോ നമുക്ക് കുഞ്ചുവിന്റെ അടുത്തോട്ട്. വലിയ മിണ്ടാട്ടമൊന്നുമില്ല, ചിരിയൊക്കെ ഉണ്ടെന്നേ ഉള്ളേ. പറ്റിച്ചിട്ട് പോയതിനുള്ള പിണങ്ങിയിരിപ്പാ. കയറ്റിയിട്ടേക്ക് തുറന്നിടണ്ട. കയറ്റിയിട, പൊടി കയറും. വഴിപണിയല്ലേ.
നോക്കെ ഇങ്ങോട്ട് പോവാ, കടയിലോട്ട് പോവാ. എന്നോട് വേണമെങ്കിരിക്കുവാ എന്നടി, എന്നോട് മിണ്ടുന്നില്ലായിരുന്നു. ഇപ്പഴും എന്നോട് ഒന്ന് ചിരിച്ചു കാണിച്ചു തന്നെ. പറ്റിച്ചിട്ട് പോയില്ല നമ്മള്. വെള്ളം കുപ്പി ഇന്നതായിരിക്കും, ബാഗിലായിരിക്കും. ഞാൻ അവിടെ ഇറങ്ങി വരാം, പൊക്കോ. കടയുടെ അകത്ത് ഞങ്ങൾ വീണ്ടും റീഅറേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സുകളെല്ലാം വീണ്ടും റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കൂടുതൽ ഡ്രസ്സുകളൊക്കെ അവരാ ഇടാവുന്ന രീതിയിലാക്കി കേട്ടോ. ഞാൻ അതൊക്കെ ആയിരുന്നു നേരത്തെ കുറേ ദിവസത്തിൽ പരിപാടികളൊക്കെ അല്ലേ. നമ്മള് കുറേ ദിവസം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ നമ്മുടെ അടുക്കിപ്പറക്കും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം അവിടെ ഇവിടേക്ക് ഒതുങ്ങി കേട്ടോ. പുറകോട്ടും ഇതാണ് അന്ന് നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ. ഇവിടെ ഞങ്ങൾ ഒതുക്കുന്ന ആ ഒരു രംഗം മാത്രമല്ലേ കാണിച്ചായിരുന്നു അല്ലേ. അതെ അതെ. പിന്നെ അങ്ങോട്ടൊക്കെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ അങ്ങോട്ടൊക്കെ മാറ്റി കേട്ടോ. പിന്നെ ഫ്രണ്ടില് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ. ജീപ്പല്ല നിങ്ങൾ കണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് നീ കമ്മ്യൂണിറ്റിക്കകത്ത് ഫോട്ടോ. അതെ, അങ്ങനെ വലിയ വണ്ടി അധികം നമ്മൾ എടുത്ത് വെക്കത്തില്ല. പോകുമ്പോ ഒരെണ്ണം പോകുമ്പോ ആണോ, ഒരെണ്ണം പോകുമ്പോ ഒരെണ്ണം എടുക്കാം, അങ്ങനെയാണ്. துடிப்பதை யார் அறிவார்? கடல் மடியினில் கிடக்கும் பலரின் கனவுகள் யார் அறிவார்? அழகே நீ எங்கிருக்கிறாய்? வலித்தால் அன்பே எங்கிருக்கிறாய்? உயிரே நீ என்ன செய்கிறாய்? உயிரின் உள்ளே வந்து செல்கிறாய். உன்னை தாண்டி செல்ல கொஞ்ச காலம், கொஞ்ச தூரம், கொஞ்ச நேரம் கூட என்னாலாகும். உன்னை தேடித்தானே இந்த ஏக்கம், இந்த பாதை, இந்த பயணம், இந்த வாழ்க்கை ஆனது.